Welcome to FreeTube Learner. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് അരിത്തമെറ്റിക് സീക്വൻസസ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ സാധിക്കും. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. ഫസ്റ്റ് ടേം ഞാൻ 2 എന്ന് എഴുതുകയാണ്. കോമൺ ഡിഫറൻസ് ഞാൻ 3 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ടേം 2 ആണ്, കോമൺ ഡിഫറൻസ് 3, അതായത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ആഡ് ചെയ്യണം. 2 plus 3 is 5. Next is 5 plus 3. Common difference add ചെയ്താണ് പോകുന്നത്. So 5 plus 3 is 8. 8 plus 3 is 11. 11 plus 3 is 14. So ഇങ്ങനെ ഒരു സീക്വൻസ് നമുക്ക് ലഭിച്ചു. അതായത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് സുഖമായിട്ട് എഴുതാൻ സാധിക്കും. So we can say that a sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence. ഇനിയിപ്പോൾ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും? അതിൻ്റെ കൺസിക്യൂട്ടീവ് ടേംസ്, അതായത് അടുത്തടുത്തുള്ള ടേംസ്, അതിൻ്റെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അതിനൊരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. അതായത് ഈ ഒരു സീക്വൻസ് എടുത്താൽ തന്നെ 5 minus 2 എന്ന് പറയുന്നത് 3 ആണ്. 8 minus 5 എന്ന് പറയുന്നതും 3 ആണ്. 11 minus 8 എന്ന് പറയുന്നതും 3 ആണ്. 14 minus 11 എന്ന് പറയുന്നതും 3 ആണ്. അതായത് നമുക്കൊരു കോമൺ ഡിഫറൻസ് കിട്ടി അല്ലേ? കൺസിക്യൂട്ടീവ് ടേംസ് തമ്മിൽ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സോ നമുക്കിതിനെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. അരിത്തമെറ്റിക് സീക്വൻസിനെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നും പറയാറുണ്ട്. കാരണം ഒരു ഫിക്സഡ് നമ്പർ വെച്ച് അത് പ്രോഗ്രസ് ചെയ്ത് പോവുകയാണ് ആ സീക്വൻസ്. സോ വി ക്യാൻ ഓൾസോ കോൾ ദിസ് അരിത്തമെറ്റിക് സീക്വൻസസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. So we can also say that an arithmetic sequence is a sequence in which we get the same number on subtracting from any term the term immediately preceding it. അതായത് ഇതിൽ ഓരോ ടേംസും അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ടേംസും ആയിട്ടുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം ആയിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 അഡീഷണൽ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: check whether each of the sequences given below is an arithmetic sequence. Give reasons. For the arithmetic sequence, write the common difference also. അതായത് കുറച്ച് സീക്വൻസസ് പറയുന്നുണ്ട്, അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്തുകൊണ്ടാകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടല്ല എന്നുള്ള റീസൺ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസും എഴുതണം. സോ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമുക്കറിയാം. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് 1, 3, 5, 7, 9 എക്സെട്ര. ഒറ്റ സംഖ്യകൾ, അതാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഓഡ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത, ഇവിടെ ഒരു ഫസ്റ്റ് ടേം ഉണ്ട് 1, കൂടാണ്ട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താണ് പോകുന്നത്. 3 minus 1 എന്ന് പറയുന്നത് 2 ആണ്. 5 minus 3 എന്ന് പറയുന്നത് 2 ആണ്. എഴുതാം. അപ്പോൾ നമുക്ക് 3 minus 1 is 2. Similarly 5 minus 3 is 2. 7 minus 5 is 2. 9 minus 7 is 2. സോ കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം, ഒരു കോൺസ്റ്റൻറ്റ് കിട്ടി. നമുക്കറിയാം ഫസ്റ്റ് ടേമും ഒരു കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? 2 ആണ്. ഇനി സെക്കൻഡ് സീക്വൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഇരട്ട സംഖ്യകൾ. വി നോ ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് 2, 4, 6, 8, 10 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടേം ഉണ്ട് 2. എന്താണ് കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. 4 minus 2. 4 minus 2 is 2. അതുപോലെ 6 minus 4. 6 minus 4 is 2. Similarly 8 minus 6 is 2 and 10 minus 8 is also 2. അതായത് കോമൺ ഡിഫറൻസ് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ? കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്, കോൺസ്റ്റൻറ്റ് കിട്ടുന്നു. സോ ഇവിടെ ഫസ്റ്റ് ടേം 2 ഉണ്ട്, കോമൺ ഡിഫറൻസ് 2 ഉണ്ട്. So that we can say that this sequence is also an arithmetic sequence. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 2 ആണ്.
ഇനി നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് as ഹാഫ് ദി ഓഡ് നമ്പേഴ്സ്. അതായത് ഓഡ് നമ്പേഴ്സിനെ ഹാഫ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രാക്ഷൻസിൻ്റെ സീക്വൻസ്. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമുക്കറിയാം 1, 3, 5, 7, 9 ആണ് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ്. സോ ഇതിനെ ഹാഫ് ചെയ്യുക എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് പോവുകയാണ്. സോ ആ സീക്വൻസ് എങ്ങനെ വരും? 1/2, 3/2, 5/2, 7/2 എക്സെട്ര. ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. 3/2 മൈനസ് 1/2 എന്ന് പറയുന്നത് 2/2 ആണ്. 2/2 ഈസ് 1. 5/2 മൈനസ് 3/2. 5/2 മൈനസ് 3/2. 5 മൈനസ് 3 2 ആണ്. ഡിനോമിനേറ്റർ 2. സോ 2/2. ഇവിടെയും അപ്പോൾ കോമൺ ഡിഫറൻസ് 1 കിട്ടി. നെക്സ്റ്റ് ഈസ് 7/2 മൈനസ് 5/2. 7 മൈനസ് 5 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 2. സോ എഗെയിൻ കോമൺ ഡിഫറൻസ് 1 കിട്ടി. ഞാൻ ആ സബ്സ്ട്രാക്ഷൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം ഇവിടെ. അതായത് 7/2 മൈനസ് 5/2 ഇറ്റ് വിൽ ബി ഈക്വൽ ടു 7 മൈനസ് 5 എന്ന് പറയുന്നത് 2 ആണ്. ഡിവൈഡഡ് ബൈ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ 2 ആണ്. സോ 2/2 ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെയാണ് നമുക്ക് കോമൺ ഡിഫറൻസ് എല്ലാത്തിൻ്റെതും കിട്ടിയത്. സോ ഇവിടെ കോമൺ ഡിഫറൻസ് 1 ഒരു കോൺസ്റ്റൻറ്റ് കിട്ടി. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/2 ആണ്. സോ വിച്ച് മീൻസ് ദിസ് ഈസ് ആൻ arithmetic progression with the first term as 1/2 and common difference as 1. ഇനി നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ൻ്റെ പവർ. 2ൻ്റെ പവറിൻ്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ 2^1, അതുപോലെ 2^2, 2^3, 2^4 എക്സെട്ര. ഇതാണ് സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത്. സോ ഈ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. 2^1 2 തന്നെയാണ്. 2^2 എന്ന് പറയുന്നത് 4 ആണ്. 2^3 അതായത് 2 × 2 × 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 8. ആൻഡ് 2^4 അതായത് 2 × 2 × 2 × 2 4 വട്ടം 2 മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. സോ ഇറ്റ് വിൽ ബി 16. സോ ഇതാണ് സീക്വൻസ് കിട്ടുന്നത്. ഇവിടെ ഫസ്റ്റ് ടേം 2 ആണ്. കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. 4 മൈനസ് 2 എത്രയാണ്? 2 കിട്ടി അല്ലേ? സിമിലർലി 8 മൈനസ് 4 എത്രയാണ്? 8 മൈനസ് 4 ഈസ് 4. സോ ഇവിടെ കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് സെയിം ആണോ? കോൺസ്റ്റൻറ്റ് കിട്ടിയോ? ഇല്ല. ഇനി അങ്ങോട്ട് ചെയ്ത് നോക്കണമെന്ന് പോലും ഇല്ല. കാരണം നമുക്ക് ഇത് രണ്ടിടത്ത് തന്നെ മനസ്സിലായി കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് അല്ല. സോ ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇനി നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സീക്വൻസ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3, 4 ആണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ സീക്വൻസ് വിൽ ബി 1/1, 1/2, 1/3, 1/4 എക്സെട്ര. സോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസ് ആണ്. അതായത് ഇൻവേഴ്സ് ചെയ്ത് എഴുതിയൊക്കെയാണ് 1, 2, 3, 4 അത് ഡിനോമിനേറ്ററിൽ വരും. സോ ഈ സീക്വൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. 1/2 മൈനസ് 1/1 നമുക്കിവിടെ ഒന്ന് സൈഡിൽ ചെയ്ത് നോക്കാം. 1/2 മൈനസ് 1/1. 1 × 1 1 മൈനസ് 1 × 2 2 ഡിവൈഡഡ് ബൈ 2 × 1 ഈസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 എന്ന് ലഭിച്ചു. ഇനി അതുപോലെ തന്നെ 1/3 മൈനസ് 1/2 എന്ന് നമുക്ക് ചെയ്ത് നോക്കാം. 1/3 മൈനസ് 1/2 it will be 2 × 1 2 minus 3 × 1 3 divided by 3 × 2 6. It will be minus 1/6. So ഇവിടെ നമുക്ക് ഡിഫറൻസ് മൈനസ് 1/2 കിട്ടിയെങ്കിൽ ഈ കൺസിക്യൂട്ടീവ് ടേംസ് അതായത് 1/3യുടെ 1/2ൻ്റെയും ഡിഫറൻസ് നമുക്ക് മൈനസ് 1/6 ആണ് കിട്ടിയത്. സോ ഒരു കോൺസ്റ്റൻ്റ് ആണോ കിട്ടിയത്? അല്ല. വിച്ച് മീൻസ് ദിസ് ഈസ് ഓൾസോ നോട്ട് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഓർ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. Now let us see the second question. Look at these pictures.
If the pattern is continued, do the numbers of colored squares form an arithmetic sequence. Give reasons. അതായത് ഇവിടെ ഈ കളേർഡ് സ്ക്വയേഴ്സിൻ്റെ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആകുമോ എന്നാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു കളേർഡ് സ്ക്വയേഴ്സിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 സ്ക്വയേഴ്സാണ് ഓരോ സൈഡിലും ഉള്ളത്. 3 3 3 3, അതായത് 3 × 3 -1 ആണ്. ഈ ഫസ്റ്റ് പിക്ചറിൽ 9 - 1, ദാറ്റ് ഈസ് 8 നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. ഇനി സെക്കൻഡ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4. സോ 4 × 4 -2 × 2, അതായത് 4 × 4, 4 സ്ക്വയർ -2 സ്ക്വയർ ആണ്. 4 സ്ക്വയർ ഈസ് 16 ആൻഡ് 16 - 2 സ്ക്വയർ, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ഇനി അടുത്ത നെക്സ്റ്റ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 5 സ്ക്വയേഴ്സ് ആണുള്ളത്, അതുപോലെ ഇവിടെയും 5 സ്ക്വയേഴ്സ് ആണ്. സോ ടോട്ടൽ 5 × 5 25 ആണ്. 25 മൈനസ് അകത്ത് 3/3 എന്ന് പറയുന്ന സ്ക്വയേഴ്സ് മിസ്സിംഗ് ആണ്. സോ 25 - 3 സ്ക്വയർ ആണ്. 5 സ്ക്വയർ -3 സ്ക്വയർ, അതായത് 25 - 9. സോ ഇനി നെക്സ്റ്റ് ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് 5 + 1 6ഉം ഇവിടെ 3 + 1 4, അതായത് 6 സ്ക്വയർ -4 സ്ക്വയർ ആയിട്ട് വരും. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്, -4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. Which means the sequence will be 8, 12, 16, 20. ഇങ്ങനെയാണ് ആ സീക്വൻസ് പോകുന്നത്. ഇവിടെ നമുക്ക് കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് നോക്കാം. 12 - 8 എന്ന് പറയുന്നത് 4 ആണ്. സിമിലർലി 16 - 12 എന്ന് പറയുന്നതും 4 ആണ്. 20 - 16ഉം 4 ആണ്. അതായത് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലേ. കൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് ആണ്, സെയിം ആണ്. സോ വിച്ച് മീൻസ് ദർ ഇസ് എ കോമൺ ഡിഫറൻസ് ആൻഡ് ദർ ഇസ് എ ഫസ്റ്റ് ടേം 8. അതായത് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് നൽകും. സോ പേജ് നമ്പർ 18-ലെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്തിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ സോൾവ് ചെയ്യുന്നതാണ്.